എല്ലാ ഭക്തജനങ്ങൾക്കും കതിർവേൽ മുരുകൻ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഒരേ രീതിക്ക് ഒരേ തരത്തിലുള്ള വിശ്വാസങ്ങളാണ് ഈ പറയുന്ന തെറ്റായ കുറെ വിശ്വാസങ്ങൾ നമ്മുടെ ഇടയിലേക്കുണ്ട്. അതിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം. നമ്മളിപ്പോൾ കാർ ഓടിച്ചുകൊണ്ട് ഈ പറയുന്ന ചില ആൾക്കാർ പോകുമായിരിക്കും. ഇപ്പോൾ ചിലവർ കൈ ഇങ്ങനെ വെക്കാറുണ്ട് അമ്പലത്തിൻ്റെ വാതിക്കയിൽ. അപ്പോൾ കൈ ഇങ്ങനെ വെക്കുമ്പോഴായിരിക്കും വണ്ടി അടുത്തത് വരുന്നത്. അയ്യോ, ഞാൻ ഈശ്വരനെ വിളിച്ചിട്ട് ഞാനില്ലെങ്കിൽ അവനെ കൊണ്ട് ഇടിപ്പിച്ചില്ലെങ്കിൽ എനിക്ക് പ്രശ്നം ഉണ്ടായി. അപ്പോൾ നമ്മൾ റോഡിൽ പോകുമ്പോഴത്തേക്ക് നമ്മൾ റോഡ് നിയമങ്ങൾ പാലിച്ച് തന്നെ പോവുക. അപ്പോൾ ഒരു ക്ഷേത്രം കാണുവാണെങ്കിൽ ഒന്നെങ്കിൽ മര്യാദയ്ക്ക് കാറോ ഇല്ലെങ്കിൽ വാഹനമോ സൈക്കിളോ ഒതുക്കിയിട്ടിട്ട് ഈശ്വരനെ തൊഴുത് കാണിക്കിട്ട് പോലെ. അല്ലെ കാറിൽ പോകുന്ന സമയത്ത് ചിലരിങ്ങനെ കാണിക്കാറുണ്ട്. ചിലർ ഈ സ്റ്റിയറിംഗ് ഒക്കെ വിട്ട് കുമ്പിടാറുണ്ട്. ബൈക്കിൽ പോകുന്നവരാണെങ്കിൽ ഒരു ആക്സിലേറ്റർ വിട്ടിട്ട് ഇത് ഇങ്ങനെയൊക്കെ കാണിക്കാറുണ്ട്. എന്തുകൊണ്ടാണ് എനിക്കറിയത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ, അപ്പോൾ അവർക്കൊരു പേടിയാണ്. നമ്മൾ ഈശ്വരനെ ഈ പറയുന്ന പോലെ ഈശ്വരൻ്റെ അതിലെ കൂടെ പോയിട്ട് ഈശ്വരനെ വിളിച്ചില്ലെങ്കിൽ ഒന്നും വേണ്ട, ആ ഒരു ക്ഷേത്രത്തുമ്പോൾ ഭഗവാനെ എന്നെ രക്ഷിക്കുക. ഇല്ലെങ്കിൽ കാറ് നിർത്തിയിട്ട് ഈ പറയുന്ന പോലെ മാന്യമായിട്ട് തൊഴുത് ഒരു കാണിക്കിട്ടിട്ട് പോരുക. അത്രയേ ഉള്ളൂ. ഈ പറയുന്ന വാഹനങ്ങൾ ഓടിക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള നിയമങ്ങൾ തന്നെ ഓടിക്കും. ഇല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ദോഷം വന്നിട്ട് ഈശ്വരനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ അതേപോലെ തന്നെ എന്നോട് 100 പേര് ചോദിക്കുന്ന ഒരു വിശ്വാസമാണ് പൂച്ച വട്ടം ചാടിയ ദോഷമല്ലേന്ന്. അങ്ങനെ ഒരു ഇതില്ല. പൂച്ച വട്ടം ചാടിയാൽ എന്താണ് കുഴപ്പം? ഇപ്പോൾ ഞാനിപ്പം ഒരു വണ്ടി, ഞാനിപ്പോൾ റോഡിൽ നിൽക്കുവാണ്. അപ്പോൾ ഒരു ബസ് വരുന്നു. അപ്പോൾ ഞാൻ കിടന്നു. അപ്പോൾ അടുത്തുള്ളവർ പറയും ഒരു മനുഷ്യൻ കിടന്ന് ദോഷമാണെന്ന് പറയാം. നമ്മളൊന്ന് ബുദ്ധി കൊണ്ട് ചിന്തിക്കും. പൂച്ച റോഡിലുണ്ട് വട്ടം ഈ കടന്നു വെച്ചാൽ യാതൊരു ദോഷമില്ല. യാത്രയ്ക്ക് വിഘ്നങ്ങൾ, അത് നമ്മൾ ഈ പറയുന്ന പോലെ പൂച്ച വട്ടം ചാടിയ ദോഷമാണ്. 10 പേര് അത് കേട്ട് ആ ഒരു വിശ്വാസം നമ്മുടെ മൈൻഡിൽ വന്ന്. അപ്പോൾ ഒരു എന്തെങ്കിലും നമ്മൾ യാത്ര പോകുമ്പോൾ ഒരു കരിമ്പൂച്ച വട്ടം ചാടുവാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ക്ഷീണങ്ങളോ പോക്കിന് തടസ്സം വന്നെങ്കിൽ പറയാം നമ്മൾ പൂച്ച വട്ടം ചാടുന്നത്. പക്ഷെ അതുകൊണ്ടല്ല. പൂച്ച വട്ടം ചാടി എന്ന് വെച്ചാൽ യാതൊരു ദോഷങ്ങളോ കാര്യങ്ങളോ ഇല്ല. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമ്മൾ ഈ പറയുന്ന ഈശ്വരനെ വിളിക്കുന്നുണ്ട്, പിന്നെ നമ്മൾ എന്തിനാണ് അനാചാരമായ വിശ്വാസങ്ങളും കാര്യങ്ങളൊക്കെ എടുക്കുന്നത്? പൂച്ച വട്ടം ചാടെങ്കിൽ വട്ടം ചാടട്ടെ. അപ്പോൾ അതിന് ചിലപ്പം ഇവറ്റീന്ന് അപ്പുറത്തെ എടുത്ത് പോകാൻ വേണ്ടിയായിരിക്കും ഈ പറയുന്ന പൂച്ച വട്ടം ചാടിയത്, അല്ലേ? അപ്പം ഇപ്പൊ പൂച്ച വട്ടം ചാടിയത് ഇവിടുന്ന് അപ്പുറത്തെ ഇടത്തിലേക്ക് പോകാൻ വേണ്ടിയായിരിക്കും ചിലപ്പോൾ പൂച്ച വട്ടം ചാടിയത്. അത് ദോഷമൊന്നും വിചാരിക്കണ്ട. പിന്നെ വേറൊരു കാര്യം ഈ പറയുന്ന വിശ്വാസത്തിനിടയ്ക്കുണ്ട്. ഈ പറയുന്ന ആവശ്യമില്ലാത്ത രീതിയിലുള്ള അന്ധമായ വിശ്വാസങ്ങളൊന്നും ആരും വെച്ചുകൊണ്ടിരിക്കരുത്. നമ്മൾ രാവിലെ ഈശ്വരനെ വിളിക്കുകയോ ഈശ്വരൻ്റെ കാര്യങ്ങൾക്ക് പൂച്ച വട്ടം ചാടിയെന്ന് വെച്ച് യാതൊരു കുഴപ്പമില്ല. പിന്നെ ചില ആൾക്കാരുണ്ട് അമ്പലത്തിലെ പ്രസാദം പൂച്ചയ്ക്ക് കൊടുത്താൽ ദോഷമാണെന്ന്. പൂച്ചയ്ക്കും ഈ പറയുന്ന പട്ടികൾക്കൊക്കെ കൊടുത്താൽ ദോഷമാണെന്ന്. എൻ്റെ അറിവിൽ യാതൊരു ദോഷവുമില്ല. അവർ കഴിച്ചെന്ന് വെച്ചാൽ എന്താണ്? അകത്തിരിക്കുന്ന ഈശ്വരൻ കോപിക്കുക പട്ടിക്ക് ഭക്ഷണം കൊടുത്താൽ. ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ മിക്ക ക്ഷേത്രങ്ങളിൽ പൂച്ചയുണ്ട്. എനിക്കറിയാവുന്ന ഒരു ക്ഷേത്രത്തിൽ പൂച്ചയുണ്ട്. ആ പൂച്ച ഹനുമാൻ സ്വാമിയുടെ വെണ്ണ തിന്ന് അത് നല്ല ആരോഗ്യമായിട്ടിരിക്കുന്നത്. അപ്പം പൂച്ചയ്ക്ക് നമ്മൾ ഭക്ഷണം കൊടുത്തെന്ന് വെച്ചാൽ ഈശ്വരൻ വണങ്ങത്തില്ല. അതായത് നമുക്ക് അമ്പലത്തിലെ പ്രസാദം പട്ടിക്ക് കൊടുത്തെന്ന് വെച്ചാൽ ദോഷം ഉണ്ടാകുന്ന കാര്യം. കാരണം അത് പട്ടി നമ്മളെടുത്ത് വരുന്നത് എന്തിനാണ്? അത് വിശന്നിട്ട് വരുന്നത്. അപ്പം ഈശ്വരൻ്റെ ഒരു പ്രസാദം അതിന് കൊടുത്ത് നായ്ക്ക് കൊടുത്തെന്ന് വെച്ചാൽ നമ്മൾ ഒരിക്കലും ഈശ്വരനെ അപമാനിക്കില്ല. എന്താണ് നമ്മൾ ഇങ്ങനെ ചിന്തിക്കാൻ ശ്രമിച്ചാൽ അതിൻ്റെ വിശപ്പ് മാറിയില്ല. അതായത് ഭഗവാന്റെ നൈര്യം കൊണ്ട് ഈശ്വരൻ്റെ വിശപ്പ് മാറിയല്ലോ, അല്ലേ? അപ്പോൾ ചിലവർ പറയും പട്ടിക്ക് കൊടുത്ത ദോഷം. അതിൻ്റെ കാരണങ്ങൾ അറിയില്ല. ദോഷമാണെന്നൊക്കെ പറയുന്നത്. അതിൻ്റെ കാരണം എന്താണ്? പട്ടിക്ക് കൊടുത്താൽ നമ്മൾ ക്ഷേത്രത്തിൽ ചെല്ലുമ്പോഴത്തേക്ക് പട്ടികളൊക്കെ ഇഷ്ടംപോലെ കാണാറുണ്ട്. ക്ഷേത്രത്തിൻ്റെ മുറ്റത്തും അവിടെയൊക്കെ. പിന്നെ കൂടുതൽ നമ്മൾ പുറത്തിരിക്കുന്ന ഉപപ്രതിഷ്ഠകൾ കൂടുതൽ ഈ പറയുന്ന പട്ടികൾ സർപ്പത്താന്മാരുടെ അടുത്ത് വന്ന് എണ്ണ കുടിക്കാറുണ്ട്. ഇപ്പോൾ പട്ടിയും കുടിക്കാറുണ്ട്. നേരത്തെ കാക്കയൊക്കെ വിളക്കൊക്കെ മറിച്ചിടുവാറുണ്ട്. ഇപ്പോൾ പട്ടി തണുപ്പായതുകൊണ്ട് ആ സർപ്പങ്ങളുടെ അടുത്തുള്ള മണ്ണ് കുഴിച്ചിട്ട് അവിടെ കിടക്കാറുണ്ട്. അപ്പോൾ അത് ദോഷമല്ല. അവിടെ തിരുമേനി വരുമ്പോഴത്തേക്ക് ഈ പറയുന്ന പോലെ അവിടെ പുണ്യാവ് എടുത്തിട്ട് ജപിച്ച് കളിച്ചിട്ടാണ് അവിടെ വിളക്ക് വെക്കുന്നത്. അപ്പോൾ ആ ഒരു ദോഷങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ ഇതെന്താണ്? എല്ലാം ഈശ്വരൻ്റെ സൃഷ്ടിയാണ്. അപ്പോൾ നമ്മൾ ഈ ക്ഷേത്രത്തിൽ നിന്ന് കൊണ്ടുവന്ന വഴിപാടുകൾ പട്ടിക്കോ പൂച്ചയ്ക്കോ കൊടുത്തിട്ട് യാതൊരു ദോഷമില്ല. നമ്മൾ ഇങ്ങനെ ചിന്തിക്കാൻ കൂടെ ശ്രമിക്കണം. ആ ഒരു ഈശ്വരൻ്റെ പ്രസാദം കൊണ്ട് അവർക്കും അതിൻ്റെ ഒരു അനുഗ്രഹം ഉണ്ടാകട്ടെ, ഇല്ലെങ്കിൽ അവർക്ക് അതും കൊണ്ട് വിശപ്പാണെന്നുള്ളത് നമ്മൾ ചിന്തിക്കാൻ. എങ്കിൽ പട്ടിക്കും പൂച്ചയ്ക്കും കൊടുത്തിട്ട് യാതൊരു ദോഷങ്ങളോ കാര്യങ്ങളോ, അത് നമ്മൾ പേടിച്ച് നമ്മൾ കൊടുക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും വരുമ്പോഴത്തേക്ക് നമ്മൾ വിചാരിക്കും അങ്ങനെ കൊടുത്തുകൊണ്ടാന്ന്. അങ്ങനെ ഒന്നും ഭക്തജനങ്ങൾ ചിന്തിക്കണ്ട. ഞാനിവിടെ ക്ഷേത്രത്തിലെ പുഷ്പാഞ്ജലികളും ഈ പറയുന്ന പുഷ്പാഞ്ജലിക്ക് കൂടുതൽ പായസവും കാര്യങ്ങളൊക്കെ കിട്ടാറുണ്ട്. എൻ്റെ വീട്ടിൽ 3 പൂച്ചയുണ്ട്. 3 പൂച്ചയ്ക്കും ഈ പറയുന്ന അറനാഴി പായസം ഇഷ്ടമാണ്. പിന്നെ തൊട്ടടുത്ത നേരത്തെ ഒരു നാടൻ പട്ടി ഉണ്ടായിരുന്നു. ആ പട്ടിക്ക് പാൽപ്പായസം ഭയങ്കര ഇഷ്ടമായിരുന്നു. അത് നമ്മൾ ആ പാത്രമായിട്ട് വരുമ്പോൾ ആ സമയത്ത് അവൻ ആ പായസം കുടിക്കാൻ വരും. അപ്പോൾ അതിന് എന്താണ്? ആ ഒരു പായസം ഭയങ്കര ഇഷ്ടമാണ്.
ഇല്ലെങ്കിൽ ഈശ്വരൻ്റെ ഒരു അനുഗ്രഹം കൂടി ആ ഒരു നായ്ക്ക് കിട്ടി. നമ്മൾ അങ്ങനെ പറഞ്ഞാൽ ദോഷം ഈ പറയുന്നതല്ല. അതിന് ഞാനൊരു കാര്യം ഭക്തജനങ്ങൾക്ക് മനസ്സിലാക്കി തരാം. മിക്ക ക്ഷേത്രങ്ങളില്ലേ ചില ആൾക്കാർ വഴിപാട് എഴുതുന്നുണ്ട്, മേടിക്കാത്ത ആൾക്കാർ. അതായത് 100 പേര് വഴിപാട് പായസം എഴുതെങ്കിൽ അതിൽ 50 പേരും മേടിക്കാത്ത ആൾക്കാരായിരിക്കും, എനിക്ക് 60 പേരും മേടിക്കാത്ത ആൾക്കാരായിരിക്കും. ചിലവർ ചീട്ട് നിങ്ങൾ മേടിച്ചോണെന്ന് പറയുന്നത്, ചിലവർ ഈ പറയുന്നവർ മേടിക്കത്തില്ല. അപ്പോൾ അമ്പലക്കാർ എന്ത് ചെയ്യും, ഈ 60 പേർക്കുള്ള അറനാഴിയായിരിക്കും അവിടെ വെക്കുന്നത്. വൈകുന്നേരം ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നില്ല, അവർ ഈ അമ്പലത്തിൻ്റെ തെക്കേ സൈഡിൽ അല്ലെങ്കിൽ വടക്കേ സൈഡിൽ മൂല തട്ടും. അപ്പോൾ മൂല തട്ടുമ്പോൾ ഇത് ആരാണ് വന്ന് കഴിക്കുന്നത് നമ്മൾ നോക്കിയറിയാം. അതായത് ആ ചുറ്റുപാടുള്ള പട്ടികൾ, മൃഗങ്ങൾ, കാക്ക, രാവിലെ കിളികളൊക്കെ വന്ന് പായസം കുത്തും. അപ്പോൾ അത് ദോഷമല്ലേ. അങ്ങനെയാണെങ്കിൽ അവർ ഈ പറയുന്ന പോലെ ചെയ്യണില്ല. കാരണം അതെന്താണ്, അവർ വൈകിട്ട് മിച്ചം വന്നപ്പോഴത്തേക്ക് അവർ ഈ പറയുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യും, കുട്ടിക്കളയും. പാൽപ്പായസമൊക്കെ എടുത്ത് കളയാറുണ്ട്, തെങ്ങിൻ്റെ ചോട്ടിലൊഴിക്കും. മിക്ക ക്ഷേത്രങ്ങളും തെങ്ങിൻ്റെ ചോട്ടിലാണ്. ചിലവരൊക്കെ അത്താഴ പൂജ കഴിഞ്ഞ് കൊണ്ടുപോകും, ചില ആൾക്കാർ കൊണ്ടുപോകത്തില്ല ഈ മധുരമുള്ള പായസങ്ങൾ. അതേസമയം പാൽപ്പായസം ചില ആൾക്കാർ ഈ അത്താഴ പൂജ കഴിഞ്ഞ് അവിടെ ഈ കമ്മിറ്റിക്കാർ അവിടെ എടുത്ത് വെക്കും, ചില ആൾക്കാർ കൊണ്ടുപോകും. എന്നാൽ ഭൂരിഭാഗം ആൾക്കാരും കൊണ്ടുപോകത്തില്ല. അപ്പോൾ ഈ മിച്ചം വരുന്ന പായസം തെങ്ങിൻ്റെ ചോട്ടി ഇടുമ്പം ആ ക്ഷേത്രത്തിൽ ചുറ്റുപാടുള്ള പട്ടികളും പൂച്ചകളും ഒക്കെ ആയിരിക്കും ഭക്ഷണം കഴിക്കുന്നത്. അപ്പോൾ അവർക്ക് വിശപ്പടങ്ങിയില്ലേ, അപ്പോൾ അത് ദോഷമല്ലേ? ഇല്ല, അപ്പോൾ അവർക്കറിയാം. നമ്മൾ മിക്ക ക്ഷേത്രങ്ങളിലും ചെന്നാൽ കാണാം. അപ്പോൾ ഭക്തങ്ങൾ അങ്ങനെ ഒന്നും വിചാരിക്കരുത്. ഈ പറയുന്ന പൂച്ച വട്ടം ചാടിയാലും നമ്മളെവിടെയെങ്കിലും പോകുമ്പോഴത്തേക്ക് അമ്പലത്തിൽ കവച്ച് പോലും തൊഴുതിലൊന്നും ഒരു ദോഷവും ഇല്ല. നമുക്ക് ഇഷ്ടമുള്ള ക്ഷേത്രത്തിൽ പോവുക, ഇഷ്ടമുള്ള വഴിപാടുകളൊക്കെ ചെയ്യുക, അത്രയും കാര്യങ്ങളേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യാം. അപ്പോൾ ഇനിയെങ്കിലും നമ്മളെ വീടുകളിൽ പൂച്ചയൊക്കെ നമ്മൾ പായസം ഉണ്ടെങ്കിൽ പൂച്ചയ്ക്കൊക്കെ കൊടുക്കാം, പട്ടിക്കൊക്കെ കൊടുക്കേണ്ട യാതൊരു ദോഷങ്ങളോ കാര്യങ്ങളോ ഇല്ല. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. നമസ്കാരം.